ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എലൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ സപ്പോർട്ടെല്ലാം വേണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇന്ന് മൊത്തം ഞങ്ങൾ എടുക്കുന്നതാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇവർ രണ്ടുപേരും ഞങ്ങൾ പല്ല് തേക്കുവാണ്. ഞങ്ങൾ പല്ല് തേച്ചിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. ഞങ്ങൾ സ്വിമ്മ് ചെയ്യാൻ പോണത് ഈ തോട്ടിലാണ്, തൊടുപുഴയിൽ. ഞങ്ങൾ തൊടുപുഴയിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ തോടെന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. തോടിയിലാണ് ഞങ്ങൾ കുളിക്കാറൊക്കെ. കുളിച്ച് അവിടെയൊക്കെ ചിലർ അലക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ തോട്ടിൻ്റെ അവിടം വരെ പോകാം, ആഴം ഉണ്ടാകുന്ന നോക്കാം. നിങ്ങളെ കാണിക്കാനാണ് ഞങ്ങളിപ്പോൾ പോണത്. ഞങ്ങൾ കുളിക്കാൻ നേരത്തുള്ളതെല്ലാം ഞങ്ങൾ എടുക്കുന്നതാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഫുള്ള് കാണേണ്ടതാണ്. സ്കിപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സ്കിപ്പ് ചെയ്യല്ലെന്ന് നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, അവിടെ ചെന്നിട്ട് കാണാം. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. ഇത് 2 സ്റ്റെപ്പ് കയറിയിരിക്കുന്നുണ്ട്. ഇത് 2 സ്റ്റെപ്പ് ഉള്ളിലോട്ട് കയറി. നമുക്കിത് വെള്ളം കയറിയില്ല, നമുക്ക് നീന്താൻ പറ്റും. ഞങ്ങൾക്കൊക്കെ നീന്താൻ പറ്റും, പക്ഷെ അയാനൊന്നും നീന്താൻ പറ്റില്ല. 9 മണിയാകുമ്പോഴേ ഇറങ്ങുള്ളൂ. 9 മണി അപ്പം തണുക്കും. പിന്നെയാണ് 9 മണിക്ക് ഇറങ്ങുവാണെങ്കിൽ പിന്നെ 12 മണി 1 മണിയാകുമ്പോഴേ വീട്ടിൽ കയറുന്നുള്ളൂ. നല്ല രസമാണ് ഗൈസ് ഇവിടെ കുളിക്കാൻ. ഞങ്ങൾ സ്വിമ്മിങ് ഒക്കെ ചെയ്യും, ജമ്പ് ചെയ്യും ഒക്കെ ചെയ്യും. നിങ്ങൾ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യണേ. അപ്പം ഗൈസ് ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം. ചായ കുടിക്കുന്നിടത്ത് വെച്ച് കാണാം. ഗൈസ് ഞങ്ങൾ ഈ പുല്ലൊക്കെ, ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് സ്വിമ്മിങ് ചെയ്യാൻ പോകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ചാടാം. അല്ല, നമുക്കിത് പുല്ല് പറിക്കാം. കുറേ ഉണ്ട്. ഞങ്ങൾ പുറവശത്തെല്ലാം ഞങ്ങൾ ക്ലിയർ ആക്കി. ഇനിയിപ്പോൾ ഇവിടെയും കൂടി ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഞങ്ങൾ പുല്ല് പറിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി തോട്ടിൽ കുളിക്കാൻ പോകണം. ഞങ്ങൾ സ്വിമ്മിങ് സ്യൂട്ട് ഇട്ടിട്ട് വരരുത്. എലൻസ് വേൾഡിൻ്റെ കിങ് ആണ് ഇയാൾ. ഇതാണ് എലൻസ് വേൾഡിൻ്റെ കിങ്. അപ്പോൾ നമുക്ക് സ്വിമ്മിങ് സ്യൂട്ടും ഈ കമ്മലൊക്കെ ഊരി വെച്ചിട്ട് വരാം. അപ്പം സ്വിമ്മിങ് സ്യൂട്ട് ഇട്ടിട്ട് വരാം. ബൈ. ചാടുവാൻ നോക്കട്ടെ. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ചോറൊക്കെ ഒന്ന് കളിച്ചിട്ടൊക്കെ വന്ന് നിൽക്കുവാണ്. പിന്നെ ഇനി നൈറ്റാണ് ഫുള്ളും. ഇപ്പോൾ ഇതൊക്കെ കസിൻസാണ്. ഇവിടെ ഹസ്ബിയ, ഹൈറ, ബാക്കിയുള്ളവർ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ നൈറ്റിലുള്ള വീഡിയോകളൊക്കെ കാണും കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഗൈസ് ഞങ്ങളപ്പോൾ ചോറൊക്കെ ഒന്ന് കളിച്ചിട്ട് വിശ്രമിച്ചിട്ടൊക്കെ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇനി നൈറ്റിലായിരിക്കും, രാത്രിയായിരിക്കും. രാത്രിയല്ല, ഇനി ഈവനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴൊക്കെ കളിക്കാൻ ഇറങ്ങും. ഇപ്പൊ കളിച്ച് വീർത്ത് ഞങ്ങളുടെ കുറച്ച് കസിൻസ് അവരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ ഇടയ്ക്കിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇത് കസിനാണ്, ഹസ്ബി എന്നാണ് പേര്. പിന്നെ അതേ ഇവിടെ വേറെ ഒരുത്തനും കൂടെ ക്യാമറയുടെ ഫ്രണ്ട് വരാൻ ഭയങ്കര നാണമാണ് അവന്. പക്ഷേ
തോട്ടിൽ കുളിച്ചപ്പോ തനി സ്വരൂപങ്ങൾ കണ്ടു കേട്ടോ. സത്യം. അപ്പൊ ഗൈസ് നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ നൈവനിങ്ങിൽ കാണാം. ഞങ്ങളിപ്പോ ഇവിടെ സിനിമ കണ്ടോണ്ടിരിക്കുകയാണ്. നോട്ട്ബുക്ക് എന്നാണ് സിനിമയുടെ പേര്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ത്രില്ലിങ്ങിലൊക്കെ ഇരുന്ന് കാണുകയാണ്. നമുക്ക് കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ ഭയങ്കര ഒരു എന്താ പറയാ അതിന്റെ ഫൈനൽ ഇത് എന്തായിരിക്കും ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവരുമായിട്ട് കഷ്ടപ്പെടാൻ കൂടി ഒന്ന് കണ്ടു. നമുക്ക് കാണും. നമുക്കപ്പം ആ സിനിമയുടെ ഇത് കാണാം. ഇവരെല്ലായിരുന്നു ത്രില്ലിരുന്ന് സിനിമ കാണുവാണ്. പാത്തു മൊബൈൽ ഇവിടെ ത്രില്ല് സിനിമ ഉണ്ടെന്ന് പാത്തു മൊബൈലുണ്ട്. ഗൈസ് ഇവരെല്ലാരും ഉണ്ട്, ഞാനും ഉണ്ട്. ഇതാണ് ഇലൻസ് വേൾഡിലെ രാജകുമാരൻ. ഉടുപ്പില്ലാതിരിക്കുക ഇലൻസ് വേൾഡിലെ രാജകുമാരൻ. അപ്പൊ എല്ലാരും സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ ഗൈസ് ഞങ്ങള് 3:30 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഈവനിങ് വാക്കിന് പോണം. പക്ഷെ അവിടെ തോടുണ്ട്. തോടിൽ നിന്ന് കാലൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകാം ഗൈസ്. തോട് നേരെ ഞങ്ങൾ കുഞ്ഞൊരു ഇടവഴിയാണ് ഞങ്ങൾ കയറി പോകുന്നത്. ചെറിയൊരു ഇടവഴിയാ. ഈ ഇടവഴി കയറിയാലേ ഭയങ്കര വെയിലാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് തോട്ടിലേക്ക് പോകാം. തോട് എത്താറായിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ ആരെങ്കിലും കടവിൽ കുളിക്കാനുണ്ടെങ്കിൽ കടവിൽ ആരെയും കുളിക്കാതിരുന്നാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ തോട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളും നമ്മളിപ്പം സെറ്റ് ആക്കും. ഞങ്ങൾ ചുമ്മാ കാല് മുക്കാനായിട്ടാട്ടോ അവിടെ അമ്മയൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് കളിച്ചിട്ട് നമ്മൾ നമുക്ക് ചെറിയ ചെറിയ കറക്ക പരിപാടി. ഞങ്ങൾ ആദ്യം ഒന്ന് ഇറങ്ങി കുളിച്ചതാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിലിടാൻ. ആ വീഡിയോ ആണ് ഞങ്ങളിപ്പോ അപ്പൊ അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യണയാണ് അതിന്റെ കൂട്ടത്തിലേക്ക്. അപ്പൊ ഗൈസ് ഞങ്ങൾ എല്ലാരും ഉണ്ട് ഇവിടെ. എല്ലാരും കൂടി ഇരുന്നാണ് ഞങ്ങള് തോട് ചുമ്മാ കാണാൻ വന്നതാണ്. ഇനി നമുക്ക് മൽബറി പറിക്കാൻ പോകണം. അത് എല്ലാവർക്കും ഒരു ആഗ്രഹം മൽബറി പറിക്കണം. തൊട്ടത്തി ഒരു വീഡിയോ ഓൺ ആടി. ആദ്യം തൊട്ട് ഒന്നും കൂടി വരാം തോട്ടിലേക്ക്. ഞങ്ങള് തോട്ടിലേക്ക് പോവാണ്. തോടിന്റെ ഫ്രണ്ടിലാണ്. ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പം തോട്ടിലാരും ഇല്ല. അപ്പം ഞങ്ങൾ ആദ്യമേ കുളിച്ചായിരുന്നു. പക്ഷെ ആ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം വേറൊരു വീഡിയോ അതിന് മുമ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞങ്ങൾ തോട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ തോട്ടിൽ ഇറങ്ങുവാണ്. ആരും ഇല്ല കേട്ടോ ഗൈസ്. ഇവിടെ അലക്കണൊക്കെയുണ്ട്. പാത്തൊക്കെ വരും കേട്ടോ. കൊച്ചിന്റെ പേര് പറയും. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വന്ന് അപ്പൊ ഗൈസ് ഞങ്ങൾ എല്ലാരും കൂടെയാണ് തോട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കണത്. പിന്നൊരു കാര്യം, ഞങ്ങൾ തോട്ടിട്ട് കുളിക്കണ ഡ്രസ്സ് ഞങ്ങൾ രാവിലെ ഇട്ടപ്പോൾ തന്നെ നനഞ്ഞ് കുതിർന്ന് അവിടെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല അപ്പം ഞങ്ങൾ എന്തായാലും തോട്ടിൽ കുളിക്കണ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം. ഞങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ. സ്കിപ്പ് ചെയ്താൽ കാണണം. അങ്ങനെ സെറ്റ് എല്ലാവരും കാലൊക്കെ മുക്കി. തോടൊക്കെ നല്ല ശാന്തമായ തോടാണ്. ഇത് അവിടെയൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ. സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ നല്ല വ്യൂ ഒന്നുമില്ല. നമുക്ക് വീഡിയോ എടുത്തപ്പോൾ എന്താ പറയുക വ്യൂ ഒന്നുമില്ല. അത് ഇവിടെ എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇവനാണ് ഇത്. പിന്നെ നമ്മുടെ ഐറ. അപ്പുറത്തെ കടവിൽ ആരെങ്കിലും കുളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു വിടണം കേട്ടോ. അവിടെ ആരും ഇല്ല കേസ് ഇപ്പം തൽക്കാലത്തിന്. ഇവൻ വെള്ളത്തിൽ വീണേക്കല്ല കേട്ടോ. നമുക്കിനി എന്നെ തോട്ടിലൊക്കെ കുളിച്ചു കുറെ നേരമായി വന്നിട്ട്. അപ്പം നമ്മൾ ഇനി തിരിച്ചു വേണം. നമുക്ക് ചെറിയൊരു നടക്കാനൊക്കെ പോയി ഈ ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഓക്കെ കണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത്. എൻ്റെ ശേലാണ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. അതിൻ്റെ ഇവിടെ ചെടിയൊക്കെ ഉണ്ട്. നമ്മളിനി നടന്നു പോകണം. ഇതേ പോകുന്ന വരിക്കത്തെ ഷംസി മുന്നേ കയറി ഓവർ റോഡ് അടിച്ചു. ഗായ്സ് അവിടെ മൽബറി ഉണ്ട് ഗായ്സ്. നമുക്ക് അപ്പം നമ്മൾ ഓർത്ത് ഒന്ന് പറിച്ചേക്കാന്ന്.
ഞങ്ങള് അവിടെ മൽബറി പറിക്കാൻ പോയപ്പോ മൽബറി ഓണർ ഇപ്പുണ്ട് അവിടെ. അതുകൊണ്ട് ഞങ്ങള് തിരിച്ചു വരുമ്പോ പറിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ ഈ വഴി പോവാന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ സെറ്റ് എല്ലാവരും അങ്ങോട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ വഴിയൊക്കെ നടന്ന് നല്ല തണുപ്പാണ്. ഇപ്പം ചെറുതായിട്ട് വെയിലുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോൾ മൽബറി പറിക്കാൻ സാധിച്ചില്ല. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഓണർ ഇല്ലെങ്കിൽ പറിക്കും കേട്ടോ. അതെല്ലാവരും ക്ഷമിച്ചൊക്കെ നടന്നു പോകുന്നു. അവിടെ ഓണറുണ്ട്. അവര് രാവിലെ സ്വിമ്മിങ് ചെയ്തപ്പോ ചെവിയിൽ വെള്ളം കയറി സെറ്റാണ്. എല്ലാവരും ഇന്ന് കുറേ നേരം നമ്മളെന്താ വെള്ളത്തിലൊക്കെ കിടന്ന് കളിച്ചു. ആ നേരം ബാങ്ക് കുളിച്ച് കഴിഞ്ഞിട്ടില്ല നമ്മൾ കയറി. 10 മണിക്ക് ഇറങ്ങി നമ്മള്. ഞങ്ങളിത് ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇടവഴി കയറി ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പാത്തുനെന്താ മേടിക്കണമെന്ന് അവൾ അങ്ങോട്ട് പോയേക്കുവാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് കണ്ടില്ലേ ഗൈസ്, അവിടെ നിൽക്കുകയാണ് പാത്തു. അപ്പോൾ ഈ പാക്ക വന്ന് നമ്മൾ തന്നെ ഓഫ് ചെയ്യേണ്ടി വരും കേട്ടോ. ഗൈസ് നമ്മളെ കാണാനായിട്ട് ഇതേ നമ്മുടെ കസിൻ ഹനാൻ ഇവിടെ നമ്മൾ നോക്കി വന്നേക്കുവാണ്. അവൻ ക്യാമറ ഓൺ ആക്കിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഓടി. പിന്നെ അവന് ക്യാമറ നാണമാണ്. അവന് ക്യാമറയുടെ ഫ്രണ്ടിലൊരു ഇൻറോബോട്ടാണെന്നൊക്കെ പറയാം. ഇൻറോബോട്ടാണ്. അങ്ങനെ നമ്മളിവിടെ മുരിങ്ങയില പറിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ മുരിങ്ങയിലേക്ക് പറിച്ച് അവർ രണ്ടും പുറകെ വരുന്നുണ്ട്. ഞങ്ങളിപ്പം നടക്കുവാണ്. ആദ്യമായിട്ടാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതൊക്കെ ഇങ്ങനെ എടുക്കണ്ടേന്നൊന്നും. തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു. അപ്പം അവരെ പുറകെ വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ ഗൈസ് മുരിങ്ങയില പറിക്കാനായിട്ടാണ് പോയത്. നമുക്ക് പതിയെ പോയിട്ട് മൽബറി പറിക്കുന്ന ഓണർ അവിടെ ഉണ്ടാകുന്ന നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പോയിട്ട് വരാം. കേൾക്കുന്നുണ്ടെന്ന് അതിനോടെ ഓണറുണ്ട്. ഓണറുണ്ട് ഗൈസ്, ഓണറുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് തിരിഞ്ഞ് നടക്കാം. ഓണർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് തോടിൻ്റെ അവിടെ പോയി രാജാവ് തിരി ഞങ്ങൾ അറിയാണ്ട് അവരൊക്കെ മൽബറി പറിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓണർ പോയി. നമുക്ക് പോയി പറിക്കാം. ഹനാനൊക്കെ കയറിയായിരുന്നു. നമുക്ക് നോക്കാം. ഗൈസ് കണ്ടോ, അവൻ ഹനാനൊക്കെ പറിച്ചു. ഒരെണ്ണം പറിച്ചു ഗൈസ് ഹനാൻ. നമുക്ക് ഇനി പറിക്കാൻ പറ്റുമോ? നമ്മൾ ഓണറിനോട് ചോദിച്ചു നോക്കാം. നമുക്ക് ഓണറിനോട് ചോദിച്ചു നോക്കണ്ടോ. ഇവിടെ കുറേ പേര് പറിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. പാത്തൊന്ന് ചോദിച്ചിട്ട് നമുക്ക് ചോദിച്ചിട്ട് പറിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നുമില്ല ഗൈസ്. അപ്പം നമുക്ക് ഓണറിനോട് ചോദിക്കാം. അപ്പം ഗൈസ് ഞങ്ങൾ നേരെ നടക്കുവാണ്. ചോദിക്കാൻ പോയിട്ടുണ്ടവർ. എനിക്ക് പേടിയായിരുന്നു ഗൈസ്, ആദ്യമായിട്ടാണ്. പിന്നെ ഓരോ കോമഡി കാര്യങ്ങളൊക്കെ വരണം. ഞങ്ങൾക്ക് അങ്ങനെ വരുന്നില്ല. എന്ത് ചെയ്തിട്ടും അങ്ങനെ വരുന്നില്ല ഗൈസ്. വീഡിയോ തന്നെ കോമഡിയാണ് ഗൈസ്. വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് പറഞ്ഞു ഗൈസ്. ഇവരൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ് പറിക്കാൻ. ഇത് കണ്ടോ, കുറേ ഗൈസ് പൊക്കമുള്ളതുകൊണ്ട് പിന്നെ എല്ലാം പറിക്കാൻ പറ്റും. നമുക്കൊന്നും പൊക്കില്ല. കണ്ടോ ഗൈസ്, കുറേ എണ്ണം കയറുന്നുണ്ട്. കണ്ടോ, എല്ലാവരും കൂടെ കയറുന്നുണ്ട് ഗൈസ്. പിന്നെ കാണുമോന്ന് അറിഞ്ഞൂടാ. പറിക്കുന്നുണ്ട്. കുറേ എണ്ണം കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കൈ ഗൈസ്, എൻ്റെ കൈ മുഷർ കയറിയതാണ് കറക്റ്റ് എടുക്കുന്നത്. ആൾക്കാരെ ഇതാണ് നമ്മുടെ ഇലൻസ് വേൾഡിന്റെ രാജാവ്. ഹായ് പറഞ്ഞില്ലേ? ഹായ് പറ. ഹായ്. അവിടെ ഇരി ഇതേ പോണു. നടന്നു മടത്ത് കൊച്ചിന്റെ മേത്ത് കയറി ഇരിക്കുക. പറിക്കുന്നുണ്ട്. ക്യാമറ പോകുന്നുണ്ട് കേട്ടോ. അത് ഇവിടത്തെ ക്യാമറയാണ് ഇവരുടെയൊക്കെ. ഇവളുടെ രണ്ടുപേരും കൂടെ ഒരെണ്ണം തന്നെ. എടി ഇതാണ് മൽബറി.
കൈ കാണിച്ചിരിക്കും. ഇത്രയുമാണ് ഇത്രയും കിട്ടി. നീ കൊടുക്കുന്നുണ്ട്. എന്റെ വൈറ്റ് ഉടുപ്പ് എന്റെ കറയാകും. ഇപ്പൊ തന്നെ കയ്യിൽ കറയായി. കണ്ടോ കൈസ്, ഇനി കറയുണ്ട് കേട്ടോ. ശരി, കൈ നോക്കി ചുമ്മാ അഭിനയിക്കാൻ നല്ല ചോര എന്താ കഴുകിട്ട് തരാം. ഇത് ചോരയല്ല, പക്ഷെ ഇതിൻ്റെ അകത്ത് കറയാണ്. ചിലവർ അഭിനയിക്കും, കറയല്ല ചോരയാണ്. ചിലവർ ചാടിയിട്ടുണ്ട്, പക്ഷെ ഇനിയും പറിക്കുന്നുണ്ട് ചിലവരൊക്കെ. അതെ, അപ്പുറത്തു നിന്നൊക്കെ പറമ്പിലൊക്കെ കിട്ടും. അവരുടെ പോലത്തെ പൂച്ചേനെ അവരിവിടെ കണ്ടു, അതുകൊണ്ട് അവരുടെ പൂച്ചയാണെന്ന് അവർ വിശ്വസിച്ചു. അതാണ് അവരുടെ കഥ. കണ്ടോ ഗൈസ്, ആ പൂച്ചയാണ് അവർ പറഞ്ഞ പൂച്ച. അവരുടെ പൂച്ചേനെ പോലെ കണ്ട പൂച്ച. കണ്ടോ ഗൈസ്, ഇവര് പറഞ്ഞു മിട്ടു തന്നെയാണെന്ന്. അവരുടെ ഒരു പൂച്ചയുണ്ട്, അപ്പൂ പൂച്ചയാണെന്നാണ് അവര് എന്നതാ വിളിച്ചേ? എന്താ പ്രാന്തി? എടി എടി ഈ ഭീകരി കൊച്ചല്ലേ? എടി ഈ ഭീകരി കൊച്ചു വിളിയാ. എടി പ്രാന്തി എന്നെ വിളിക്കോ ഈ കൊച്ച്? എന്റെ ഓരോന്ന് വിളിക്കുന്നു ഗസ്. അപ്പൊ ഭരിക്കുന്നു ഗസ്. എന്നെ വളർത്തിട്ട് എടുക്കടി ഗായ്സ്. ഇത് ഇവള് തട്ടിക്കളഞ്ഞു ഗായ്സ് എല്ലാം. കിട്ടിയില്ലേ? മിണ്ടാതിരുന്ന കണ്ടോ ഗായ്സ്, കൊറേ പോയി. ആ പൊട്ടിയത് എടുക്കണ്ടടി. പോയി രണ്ടെണ്ണം എനിക്കും കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ഗായ്സ് ഇവിടെ അടിയാണ് ഗായ്സ്. ഒത്തിരി കിട്ടുന്നൊന്നുമില്ല കേട്ടോ, കുറച്ചായിട്ട് പറിക്കുന്നുണ്ട്. അവ അങ്ങ് മുകളിലാണ് ഗായ്സ്. കാണാൻ പറ്റത്തില്ല. ഇവിടെ ഒരാള് വന്ന് പറിക്കാവോ? ഹായ് പറഞ്ഞേ. പേരെന്നാ? വാവ്, ഇലാൻ എന്നാണ് അവന്റെ പേര്. ഇതാണ് നമ്മുടെ ഇലൻസ് വേൾഡിലെ രാജാവ്. സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് അയാൻ, ഇത് ഐറ, ഇത് പൊന്നു, ഇത് പാത്തു, ഇത് ഷംസിറ, ഹുസൈന, ഹനാൻ. എന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. എന്റെ പേര് നിങ്ങൾക്ക് അറിയാം. അത്യാവശ്യത്തിന് പകുതിയോ ഗൈസ്, നമുക്കിത് ഇത്തരം കിട്ടിയിട്ടു. ഇത് മതി നമുക്ക്. ഒരാളുടെ സാധനം ഇങ്ങനെ ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകാൻ പാടി. മാങ്ങ പറിക്കാനെന്ന് പറിച്ചാലും ഗൈസ്, മാങ്ങയും പറിക്കാനും നിങ്ങൾ പറയുന്നുണ്ട്. പറിക്കാൻ നോക്കാം ഗൈസ്. ഞങ്ങളിത് കഴുകാൻ പോകും. അതൊക്കെ ഓരോ വീടാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടുത്തെ വീടിൻ്റെ വ്യൂ കാണിച്ചു തരാം. വ്യൂ കാണിച്ചു തരാം. ആണ് ഇവിടുത്തെ വീട് കാണിച്ചത്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ നല്ല രസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ. ഇതും ഈ കാണുന്ന ഇതുമാണ് ഗൈസ്. എല്ലാവരും ഇവിടെ മൽബറി കഴുകിക്കൊണ്ടിരിക്കും ഗൈസ്. അവിടെ മൽബറിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടിയാണ് ഗൈസ്. എല്ലാവരും കൂടെ, അയാനും പാത്തവും കൂടി. ഞാനും ഒരു പാത്രം കേട്ടോ. കണ്ടോ ഗൈസ്, ആ സാധനം കണ്ടോ കാണിക്കും. രാത്രി തിളങ്ങും ഗൈസ്. അത് രാത്രി മീനിക്കത്തും. കണ്ടോ ഗൈസ്, മറിയം കിടക്കണുണ്ട്. മറിയം ഉറങ്ങുമായിരുന്നു. മറിയമാണ് കിടക്കുന്നത് ഗൈസ്. നമുക്കിനി നമ്മളങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിച്ചു നോക്കാം ഗൈസ്. ടേസ്റ്റ് ഇടാം. കുറേ അതിനല്ലേ ഇങ്ങോട്ട് നീങ്ങി മടി ഗൈസ്. എന്തേടിയുണ്ട് ഞാൻ തിന്നാൻ പോണേ. പുളിയുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് പറിച്ചിട്ട് കിട്ടും. തന്നോട്ട് പാത്തു വെറുതെ ഞങ്ങൾക്ക് പോലും ഒന്നും കിട്ടില്ല ഗൈസ്. പറിച്ചിട്ടൊക്കെ നിൽക്കുക എല്ലാവരും. പറിച്ച എനിക്ക് കിട്ടിയില്ല, ബാക്കി എല്ലാവരും തിന്നു.
ഞാൻ പറിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്, അല്ലെ 3 കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാരും കുളിക്കുകയാണ്. ഞങ്ങളങ്ങനെ കളികളൊക്കെ കാണും. അപ്പൊ നിങ്ങക്ക് കളി കണ്ട് രസിക്കാം. ഗൈസ് നമുക്ക് കളിക്കാം. അപ്പൊ വീട്ടിൽ പോകാം. ഞങ്ങള് കളിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്ത് ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ആട്ടോ കളിക്കുന്നത്. പച്ചപ്പുല്ല് ചായയൊക്കെ കുടിച്ച്. അപ്പൊ ഗൈസ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഗൈസ് ഫ്രണ്ടിൽ 6 പോയി കിടക്കുന്നത്. ഇപ്പൊ അപ്പൊ ഞങ്ങളിപ്പോ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം സന്ധ്യ 6:27 ഞങ്ങൾ ഇത്രയും നേരം ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങൾക്ക് ബാക്കി എടുക്കാനായിട്ടുള്ള ഇതില്ല. ഇനി ഉമ്മച്ചി പറഞ്ഞു ഇനി ഫോൺ തരില്ല. ഞങ്ങളൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും അടിക്കണം. വൈൻഡ് അപ്പ് ചെയ്യാതെ കാണണം. ഞങ്ങൾക്ക് ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അധികം സബ്സ്ക്രൈബർ ഇല്ല. അപ്പം നിങ്ങൾ മാക്സിമം ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. അപ്പം ഗൈസ് ഞങ്ങൾ ഇത്രയും കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിലൊക്കെ ഇതേപോലത്തെ ഒരു വ്ളോഗ് ചെയ്യാതെ കാണണം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഷെയർ ചെയ്താലേ സബ്സ്ക്രൈബ് ഒക്കെ വരും. അപ്പൊ ഇലൻസ് വേൾഡിൽ നിന്ന് അപ്പൊ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതേപോലത്തെ വ്ളോഗായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പൊ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇത്രയും കൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് അധികം സബ്സ്ക്രൈബ് ഇല്ല. ഞങ്ങളുടെ പിള്ളേർ മാത്രമുള്ള അതിനകത്ത് എന്താണ് ഇതിലെ താരം കിടന്ന് ഉറങ്ങുവാണ്. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ താരം ഇല്ലാണ്ടായി. ആരുമില്ല ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ളൂ. അതാണ് ഇലൻസ് വേൾഡ്. എന്നിട്ട് ഓക്കെ ബൈ ബൈ. അപ്പൊ ഇത്രയും കൂടെ വൈൻഡപ്പ് ചെയ്യണം.